ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മദിനി നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് മദിനി. ഹലോ ഗൈസ്, ഇപ്പൊ തേങ്ങ വറുത്തരച്ച ഒരു ചെമ്മീൻ കറിയാണ്. അങ്ങോട്ട് പോയി നോക്കിയ ഒരു കുന്ന് ചെമ്മീൻ നമ്മൾ തുളിച്ച് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മാമ്മയും ചേർന്ന് രാവിലെ എണീറ്റ് ചെയ്ത അതാണ് ആ പണി. പല്ല് പോലും തേച്ചില്ല. നിന്നെ പോലെ അല്ല നമ്മൾ. ഞാൻ രാവിലെ എണീച്ച അപ്പം പല്ലേക്ക് ഇവിടെ ചെമ്മീൻ അലർജി ഉള്ള ഒരേ ഒരാളാണ് ഇയാള്. അത് എപ്പോഴെങ്കിലൊക്കെ കഴിക്കും. നല്ല പോലെ തട്ടിയ ശേഷം പിന്നെ കിടന്ന് ചോറിയും. അപ്പൊ അതാണ് അവളെ ഒരു പണി. ഇപ്പം ഇതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഇതാണ്ട് ഇവിടെ കാണിച്ചത് തേങ്ങ വറുക്കുകയാണ്. പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇത്തിരി പുളി ഇടും. നല്ല പോലെ നമ്മൾ അങ്ങോട്ട് മീഡിയം ഫ്ലെയിമില് പിന്നെ മറ്റേ നമ്മുടെ മെയിൻ ഷെഫ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് രമാദേവി. എ സി രമാദേവി. അസിസ്റ്റന്റ് ഷെഫാണ് എ സി രമാദേവിയുടെ മോൾ ഷൈബാചാര്യ. ഇനിയൊരു സാധനമുണ്ട്. നമ്മളെ അമ്മാമ്മ നമുക്ക് വേണ്ടി വളർത്തിയത് നല്ല പൂവൊക്കെയാണ്. നമ്മളെ ഗാർഡനിലാണ്. നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇത് പറിക്കാൻ വേണ്ടി അമ്മമ്മ എടുത്ത് വെച്ച് മാറ്റി വെച്ചത്. ഇടണം. അതും ഇത്രയും നല്ല കോവയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വളരോ? ഇല്ല ഇല്ല, കണ്ണു വളരരുത്. അപ്പൊ ഇതാണ് നമ്മുടെ വറ്റൽ മുളക്. ഇത് കഴിക്കാൻ എരിയൊക്കെ ഉണ്ട്. അപ്പൊ പച്ചമുളകല്ല വറ്റൽ മുളക്. പച്ചമുളക് പഴുത്ത് പിന്നെ ഉണക്കി റെഡായ പച്ചമുളകാണ്. ഇതിനെ ഷെസ്വൻ ചില്ലി എന്നൊക്കെ പറയും. അല്ലാതെ നമ്മള് വറ്റൽ മുളക് എന്നൊക്കെ പറയും. അല്ലാതെ ഇതേ കണക്കൊന്നും ചെടി പിടിക്കാറില്ല. നമ്മളതിനെ ഉണക്കണം. കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഇത് ഒക്കെ പൊട്ടിക്കുകയാണ്. അതിന്റെ ടോപ്പ് ഭാഗം അങ്ങ് ഊരിക്കളയണം. ആ ടോപ്പാണ് നമ്മുടെ ചെടിയിൽ കുത്തി. ഒരു 3, 4 എത്ര അമ്മ? 7 എണ്ണം 8, 10 ഇരിക്കട്ടെ. നല്ല എരിവിരിക്കട്ടെ. ഇതാണ് നമ്മളൊക്കെ വറ്റൽമുളക് ഒരുപാട് യൂസ് ചെയ്യാവുന്നേ. നമ്മളിപ്പോ ഇങ്ങോട്ട് ഇട്ട് ഇളക്കയാണ്. കണ്ടോ? ഇതിനെ ഒരു പരിവായിട്ട് നമ്മൾ കാണിക്കാം. നമ്മുടെ നല്ലൊരു വലിയ ചക്കയാണ് ഇത്. മാങ്ങ നമ്മുടെ അപ്പാപ്പനാണ്. എല്ലാം ഉണ്ട് ഗായ്സ് ഇവിടെ. ഇപ്പം ഈ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ ചക്കയുടെ മാങ്ങയുടെ സീസണാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പൊ കുറെ മാങ്ങ തിന്നാം. രാത്രി ഒരു കാറ്റടിച്ചതിന് ശേഷം രാത്രി റോഡിലോട്ട് ഇറങ്ങിയാൽ മതി, കുറെ മാങ്ങ കിട്ടും. നമ്മളങ്ങനെ അത് ലാസ്റ്റ് ഇയർ വെറൈറ്റി മാംഗോസ്. ഞാൻ കഴിക്കാത്ത ഒരു വെറൈറ്റി ഇല്ല. എന്താ ഇതിലേക്ക് നമ്മൾ പുളി ആഡ് ചെയ്യണം. ഒരു നാരങ്ങ അത്ര സൈസ്. എന്നിട്ട് അതിന് നല്ലോണ്ട് ഇപ്പൊ കാണിക്കും. നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്യും. ക്യാമറ ഇത്തിരി പെശകാണേ. മോട്ടോറുള്ള കൂടുതലാണ്. ബാക്കി എല്ലാം കൊള്ളാം തോന്നുന്ന ഫീച്ചേഴ്സ്. പക്ഷെ ക്യാമറ വിട്ടിട്ട് ബാക്കി എല്ലാം സൂപ്പറാണ്. ക്യാമറ ഇത്തിരി പോരാ. സോ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ നല്ലതായി എടുക്കുന്നുണ്ട്. ആ പുളി അത് നല്ലപോലെ ഇളക്കി ഞാൻ എന്താണ് തേങ്ങ ഫുള്ള് റോസ്റ്റ് ആണ്. തേങ്ങയും ഏതാണ് മറ്റു മുളകല്ലേ മതിനെ മുളക്. പുളി റോസ് ആവൂലല്ലോ. എന്തിനാണ് നിങ്ങൾ പറയുന്നത്? അതായിട്ട് നമ്മൾ അതിലെടുത്ത് മിക്സിലിട്ട് അടിയും. റോസ്റ്റായി നല്ല ബ്രൗൺ കളറായി നല്ല ഫ്രൈ ആയി ഗോൾഡൻ ആകുമ്പോൾ നമുക്ക് അടിക്കാം. അതിലിട്ട് ഒരു പിടിപ്പിക്കാം. കണ്ടോ ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങ. ജസ്റ്റ് ഇത്തിരി കൂടെ കണ്ട് കുറെ വെള്ളയും കൂടെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് റോസ്റ്റായി നല്ലതുപോലെ വരുമ്പോൾ മീഡിയമിലാണ് നമ്മൾ റോസ്റ്റ്. മീഡിയം ഫ്ലെയിമിൽ, അതായത് ഹൈ അല്ല ലോ അല്ല. ഓക്കെ കണ്ടില്ലേ ഗൈസ്, ഓൾമോസ്റ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, ക്രഞ്ചി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നമ്മൾ ഇനി ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു ഇല്ല, ഇങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി. യെസ്, മഞ്ഞളിട്ട കമ്പ് ഇതാണ്. അപ്പം എന്താ ഹാഫ് ടീസ്പൂൺ യെസ് മഞ്ഞൾപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇത്ര മതിയാ? ഇത്ര ഉള്ള മല്ലിപ്പൊടി അമ്മ. അപ്പൊ നമ്മള് മല്ലിപ്പൊടി ഇടാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് പൊടി ഇതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 ടേബിൾ ഹീറ്റ് വലിയ ഒരു ടേബിൾ സ്പൂൺ. ഈ കുക്കർ ഇപ്പോൾ പോവാന്നാണ് തോന്നുന്നത്. ഇനി അത് കൂളാവണം. യെസ്, ഇതിലെ ഇത് ഹീറ്റിൽ വന്നിട്ട് മിക്സ് ചെയ്ത് ഇതിലെ പത്ത് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. മസാലകളൊക്കെ ഇടുന്നത്. പിന്നെ ഇത് നമ്മൾ ഫാൻ്റെ അടിയിൽ വെക്കാം കൂളാക്കാൻ. നമ്മളിതൊരു പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഒരു ചെറിയ വലിയ പ്ലേറ്റിൽ നമ്മളൊന്ന് നിരത്തിയിട്ട് കൂളാക്കി ഫുള്ളി കൂളായതിനു ശേഷം നമ്മളങ്ങ് അടിച്ചെടുക്കണം. നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ കൂളാക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം. ഫാനിന്റെ അടി കൊണ്ട് വെച്ചാൽ മതി, പെട്ടെന്നാവും. അപ്പൊ നമുക്ക് അടുത്ത ഇതിൽ കാണാം. നമ്മുടെ ചട്ടി ചൂടായി ആവി വരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ വേസിലൊക്കെ ഉണ്ടാക്കണം, അല്ലാതെ വെള്ളം ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. കഴുകി എടുത്തിട്ട് നല്ലൊരു കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ഹാഫ് കപ്പ് യെസ് അത്ര ഒഴിക്കുക. 5-6 ടേബിൾ സ്പൂൺസ് മോർ ദാൻ ഓയിൽ. യാ, ദാറ്റ്സ് ഇറ്റ്. മെഷർ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ യോയോ ആണ്. വൈബ് അനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. യെസ്. ചൂടായി കഴിയുമ്പോൾ കടുക്. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് കാണാം ബബിൾസ് ചൂടാവുന്നതാണ്. നമുക്കിതെല്ലാം ഒന്ന് എടുത്ത് വെക്കാം. യെസ്, കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ചൂടറിയാം. അപ്പം അതിലേക്ക് നമ്മൾ ഈ വറ്റൽമുളകിൻ്റെ ടോപ്പ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആ വറ്റൽമുളകും ഫസ്റ്റ് കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം വറ്റൽമുളക് ആഡ് ചെയ്യാം. കടുകിട്ടൊക്കെയാണ് ഞാൻ ഇത്തിരി പൊട്ടുന്ന നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. പുതുപ്പു ASMR. അതെല്ലാം പൊട്ടിച്ചരിക്കട്ടെ. പിന്നെ വറ്റൽമുളക് 3 ഈ കുക്കർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതങ്ങോട്ട് വഴറ്റി എടുക്കാം. മീഡിയം ഓവർ ഹീറ്റ് ആവണ്ട. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ബ്യൂട്ടിഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ വെജിറ്റബിൾസ് ഒക്കെ. നമ്മുടെ അപ്പം ഓണിയൻസ് ഇട്ടിട്ടുണ്ട്. ചൂടാണ് ഗൈസ്. അപ്പൊ ഈ ഹീറ്റും ആ ഹീറ്റും കൂടെ ചേർന്ന് നമുക്ക് ഫുൾ സ്വെറ്റായ ഒരു പരുവത്തിലാണ് നമ്മൾ. എന്നാലും നമ്മുടെ സ്പിരിറ്റ് ഒക്കെ ഒന്നാണ്. ഓണിയൻസും ജിഞ്ചർ, കടുക് വറ്റൽമുളക് എല്ലാം നല്ലൊരു മീഡിയം ഹൈ ഓൾമോസ്റ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സക്കു ആ പച്ചമുളക് ഒന്ന് ഇട്ടോളൂ. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇടുകയാണ്. ഓക്കെ, ടൊമാറ്റോ ഇടുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്, ഫുൾ ഹൈ ഫ്ലെയിം. ടൊമാറ്റോ ഫസ്റ്റ് ടൊമാറ്റോ ഇടണം. നമ്മളിതിന് നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്യാണ്. ഈ നല്ല പോലെ കട്ട് ചെയ്ത് ഇടുകയാണ്. നല്ല ടേസ്റ്റ് മുരിങ്ങയ്ക്ക കൊഞ്ച് തീയൽ കണ്ടോ. അത് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ കുഴയ്ക്കരുത്, അതിനെ ഫ്രൈ ചെയ്യണം. നമ്മളെ ഈ ഗ്രേവി നമ്മൾ ഒഴിക്കുകയാണ്. വഴിച്ചൊക്കെയാണ് നമ്മൾ ഫുൾ മസാല ഒന്ന് കുറച്ച് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യണം. ഉപ്പ് പാകത്തിന്. നമ്മൾ ഈ വെള്ളം മസാലയുടെ വെള്ളം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്രേവി ആക്കാൻ വേണ്ടി അടച്ചു വെക്കാൻ പോകുന്നു. നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അപ്പോഴപ്പോഴും ഇളക്കി കൊടുക്കണം. കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കോവയ്ക്ക് ഇങ്ങനെ അരിക്കുകയാണ്.
ഇത് നീളമുള്ള കോവയ്ക്കയാണ്. നമ്മളെ ഗാർഡനിന്റെ സ്വന്തം കോവയ്ക്കാണ്. യെസ്, നമ്മൾ പറിച്ചതാണ് ഇന്ന് അതിന്റെ രാവിലെ. ടേസ്റ്റേ വേറെയാണ്, സൂപ്പറാണ്. താങ്ക് യു ഗൈസ്. ഇതാണ് ചക്ക. ചക്കക്കറി. ഇത് നമ്മൾ ചക്കക്കുരു, ചക്ക, പിന്നെ കുറെ തേങ്ങ, മഞ്ഞൾ, ഉപ്പ് അതൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ട്, യെസ് അത് കാണാം സൈഡിൽ, കറിവേപ്പില ഇട്ട് സ്റ്റൗ കുക്കറിൽ വെച്ച് 3 വിസിൽ അല്ലേ അപ്പം 3 വിസിൽ വെച്ചല്ലേ? പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സ്പൈസിന് വേണ്ടി. 3 വിസിൽ അടുപ്പിച്ചിട്ട് എടുത്തതാണ്. നമ്മുടെ ഇത് വെച്ച് അങ്ങോട്ട് ഇളക്കുകയാണ്. കാണാം ചക്കക്കുരു ഒക്കെ. നമ്മുടെ ചെമ്മീൻ കറി, കൊഞ്ച് തീയൽ, യെസ് ചെമ്മീൻ തീയൽ, മുരിങ്ങക്ക കൊഞ്ച് തീയൽ, യെസ് അത് തിളയ്ക്കുന്നുണ്ട്. ഇതാകട്ടെ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇടുകയാണ്, നിങ്ങൾ കാണാം. ചെമ്മീൻ അങ്ങനെ നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കൊഞ്ച് മുരിങ്ങയ്ക്ക കൊഞ്ച് തീയൽ അല്ലേ? യെസ്, കണ്ടോ ഇതിൻ്റെ ഒരു അരോമ ഇപ്പോഴേ വരുന്നുണ്ട്. വായിൽ കപ്പൽ ഓടുന്നുണ്ട്. ഇങ്ങനെ കണ്ടോ കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ കറി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അപ്പോഴേ കാണിച്ച നമ്മുടെ ചക്കയാണിത്. ഇതും കൊഞ്ച് കറിയും സൂപ്പർ കോമ്പിനേഷൻ ആണ് ഗൈസ്. സൂപ്പർ. നമ്മുടെ തിലിസാറുണ്ട്. ഒരു കർണാടക സ്പെഷ്യൽ. യെസ്, ഇറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് സ്പൈസി. ടാങ്കി ആൻഡ് റിയലി യമ്മി. സോ അങ്ങനെയുള്ള ഒരു ഡിഷാണ്. പിന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാക്കിയ കോവച്ച മിളുക്ക് വളർത്തി ഇതെല്ലാം ഒരു കൂട്ടി ഒരു പിടി പിടിച്ച മോനെ സീൻ. ചോറിന്റെ സൈഡിലാ ചക്ക വിളമ്പിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങക്ക ചെമ്മീൻ തീയൽ ഒഴിച്ചു കൊടുക്കുക. കാണുമ്പോഴേ അറിയാം നല്ല രുചിയുള്ള കറിയാണ്. അതിൻ്റെ സൈഡിൽ നമ്മുടെ മുരിങ്ങക്ക മെഴുക്ക് വരട്ടി, അതിൻ്റെ സൈഡിൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ട്. നമ്മളെ സൂപ്പറാ കുന്തു പപ്പ. ഓക്കെ ഗൈസ്, സ്മോൾ മൂമെൻറ്റ് ഓഫ് ആർ കുക്കിംഗ് ജേർണിയാണ്. ഇതിനെക്കാട്ടി കുറേ നമ്മളിങ്ങനെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സൂണായിട്ട് ഷെയർ ചെയ്യാം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. നമ്മുടെ അമ്മാമ്മയുടെ റെസിപ്പിയാണ്. സോ താങ്ക് യു സോ മച്ച് അമ്മാമ്മ. നിങ്ങളിങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യണേ റെസിപ്പീസ്, അവർക്ക് ട്രൈ ചെയ്യാമല്ലോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. ബൈ. Super.